ഹിന്ദി റീമേക്ക് വരുമ്പോൾ കുറച്ച് ഡൗൺ ആവുന്നതാണ്. ഇവിടെ അങ്ങനെ മോശമൊന്നും പറയാനൊന്നുമില്ല, നല്ലോണം ചെയ്തിട്ടുണ്ട്. ഹിന്ദിക്കാർക്ക് ഏറ്റവും നല്ലതായിരിക്കും കാണാൻ കാണാനെല്ലാം. Yeah, movie was great. I'll like suggest everyone to go and watch this movie. It's like very inspiring movies. So yeah, happy to see it. Thank you. Acting, directions, camera, lights, everything was very perfect. ഫസ്റ്റിന്റെ അത്രയും വന്നില്ല. നമ്മൾ ഫസ്റ്റ് സൂര്യയുടെ ഒരു ഇത് കണ്ടിട്ട് അതൊരു മാസ്റ്റർ പീസ് ക്ലാസിക് പടമാണ്. പക്ഷെ നല്ല ഡീസെന്റ് ആയിട്ട് റീമേക്ക് ചെയ്ത് എല്ലാവരും റീമേക്ക് സ്റ്റാർ എന്ന് വിളിച്ചാൽ പുള്ളി ഒരു നല്ല റീമേക്ക് കൊണ്ടാണ് തിരിച്ചു വന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റീമേക്ക് ചെയ്തിട്ടുണ്ട്. നല്ല പറയാം, നല്ല പടമാണ്. അക്ഷയ് കുമാറൊക്കെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആ പഴയ ഒരു വിന്റേജ് ഇത് വരുന്നുണ്ട്, തിരിച്ചു വരുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് സൂര്യയുടെ ഒരു ഗമിയുണ്ട്, അതൊരു ഇതായിരുന്നു. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ സൂര്യ ചെയ്തൊരു പടത്തിന് നമുക്ക് ഒരിക്കലും ഒരു എത്ര റീമേക്ക് ചെയ്താലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അമീർ ഖാൻ പോലും അറിയാം, നമ്മള് ഗജനി ചെയ്താലും അത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ല, നല്ലൊരു ഡീസന്റ് റീമേക്ക് ആയിരുന്നു. കൊണ്ടുപോയി എടുത്ത് കുളവാക്കിയില്ല, അതൊക്കെ വെറുതെ തന്നെ. നല്ലൊരു സ്റ്റോറി, നല്ല ഇൻസ്പിറേഷണൽ ആയിട്ട് നല്ലൊരു സ്റ്റോറി ആയിരുന്നു. അക്ഷയ് കുമാർ നല്ല രീതിയിൽ ചെയ്തു. ഈ ക്യാരക്ടേഴ്സ് എല്ലാം നല്ലതായിരുന്നു. നല്ല പിന്നെ സുധാകരയുടെ ഡയറക്ഷൻ നന്നായിട്ട് ചെയ്തു. നല്ല ക്വാളിറ്റിയോട് എടുത്തൊരു പടം തന്നെയായിരുന്നു. ഇപ്പം ഇറങ്ങാം, ഉറപ്പായിട്ട് ഇറങ്ങാം. നമ്മളെ സൂര്യ റിപ്പോർട്ട് അതേ ടെംപ്ലേറ്റിൽ തന്നെ എടുത്തേക്കുന്നു, ജസ്റ്റ് ക്യാരക്ടേഴ്സ് മാറിയെന്നേ ഉള്ളൂ. നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. നല്ലൊരു ഡീസന്റ് റീമേക്ക് പടമായിരുന്നു. അത്ര അതുപോലെ തന്നെ കഥയിൽ ഒരു വ്യത്യാസം വരുത്തിയിട്ടില്ല. കാരണം സൗത്ത് ഇന്ത്യയിലെ ഒരു നിന്ന് കഥയെ നോർത്ത് ഇന്ത്യയിലോട്ട് പറിച്ചു നട്ടു, ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൽ ഉർവശിക്ക് പകരം സീമ ബിശ്വാസ് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മറ്റേത് കണ്ട് അതിൻ്റെ ഏറ്റവും ഒരു എന്ന് പറയുമ്പോൾ 5 ദേശീയ പുരസ്കാരങ്ങൾ കിട്ടിയ സിനിമയാണ്. അപർണയ്ക്കും സൂര്യയ്ക്കും സുധാ കോങ്ങരയ്ക്കും സിനിമയ്ക്കും എല്ലാം അവാർഡ് കിട്ടി. അപ്പോൾ നമ്മൾ അതുകൊണ്ട് നമുക്ക് പിന്നെ വേറെ അതിനേക്കാളും മികച്ചതെന്ന് പറയാൻ പറ്റില്ല. പിന്നെ പണ്ടത്തെ കാലത്ത് ഈ പറഞ്ഞ പോലെ അക്ഷയ് കുമാർ ഈ റീമേക്ക് സിനിമകളിലൂടെയാണ് അദ്ദേഹം ഒരുപാട് ഹിറ്റ് അടിച്ചിരുന്നത്. പിന്നെ ഇത് ഇപ്പോൾ OTT പ്ലാറ്റ്ഫോമൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഏകദേശം ആൾക്കാരും സൂര്യ റിപ്പോർട്ടിൻ്റെ ഹിന്ദി വേർഷനൊക്കെ കണ്ടിട്ടുണ്ടാവും. പിന്നെ പുള്ളിയുടെ തുടർച്ചയായിട്ട് സിനിമകൾ ഇങ്ങനെ പടക്കം പൊട്ടുന്ന പോലെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതെങ്കിലും വിജയിക്കട്ടെ എന്ന് വിചാരിക്കുന്നത്. എന്തായാലും നല്ല ഫിലിമാണ്. മറ്റേതിനെ അതേപടി എടുത്തിട്ടുണ്ട്, നന്നായിട്ട് ഒരു അല്പം ഭയന്നു പോകാത്ത രീതിയിൽ എടുത്തിട്ടുണ്ട്. നല്ല സിനിമ തന്നെ. കാരണം നമ്മുടെ തമിഴിലെ സൂര്യ റിപ്പോർട്ടറിൻ്റെ ഹിന്ദി വേർഷനാണ്. പിന്നെ എന്ന് പറയുമ്പോൾ തമിഴിൽ അതിൻ്റെ ഒരു അറ്റ് ഇറ്റ്സ് ബെസ്റ്റ് ആ ഒരു ഇതിൽ ചെയ്തു വെച്ചേക്കുന്ന സിനിമയാണ്. അപ്പോൾ അതിന് മേളിലോട്ടൊന്നും നമുക്ക് തോന്നുന്നില്ല, കാരണം അതിൻ്റെ മാക്സിമത്തിലാണ് സുധാ കോങ്ങര ആ സിനിമ ചെയ്തു വെച്ചേക്കുന്നത്. അതിന് ഒട്ടും പുറകിലോട്ടൊന്നും അല്ല. പിന്നെ ആകെ ഒരു നമുക്കൊരു അക്ഷയ് കുമാറിൻ്റെ ആ ഒരു കഥാപാത്രം മാത്രം നമുക്കൊരു എന്തോ ഒരു കുറച്ച് ഇതുപോലെ തോന്നും. ബാക്കി ഉർവശി ചെയ്ത വേഷമായാലും ബാക്കിയെല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്.